ഹലോ ഗൈസ്, നമുക്ക് ഇന്നത്തെ ലഞ്ച് ബോക്സിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. കുറച്ച് ലോങ് വീഡിയോ ആണ്, എല്ലാവരും ഫുൾ വീഡിയോസ് ഒന്നും കാണുന്നില്ല. അപ്പം സ്കിപ്പ് ചെയ്ത് പോവാതെ ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലോ. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പം രാവിലെ എഴുച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അതായത് ഇപ്പം ഞാനായാൽ അങ്ങനെയാണ്. ഇപ്പോൾ എന്താണ് ഉണ്ടാക്കുക, രാവിലെ എഴുച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കുമ്പോഴത്തേക്കും ഇതേപോലെയൊക്കെയുള്ള യൂട്യൂബിലേക്ക് ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസുകൾ കാണുമ്പോഴത്തേക്കും ഇന്നത് ഉണ്ടാക്കാം, ഇന്നത് ചെയ്യാം എന്നൊക്കെ വിചാരിക്കൂലേ. അപ്പം അതേപോലെ ഒരു ആർക്കെങ്കിലും ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കൂടെ പറയുന്നതിനൊന്നും യാതൊരു പ്രശ്നമില്ല, നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സിൽ നല്ല കുത്തിരിച്ചോറും അതേപോലെ പിന്നെ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയും. വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയാണ്, സവാള ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇട്ടിട്ടില്ല. പച്ചമുളകും ഉപ്പും ഇട്ട് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്തതാണ്. അതേപോലെ കണ്ണൻ കോഴിയാണ് ഇന്നലെ തിരുമല ചന്തയിൽ പോയപ്പം അഞ്ചെണ്ണം 200 രൂപയ്ക്ക് ആണ്. അപ്പോൾ ഞാൻ അതിൽ 3 എടുത്ത് ഇന്ന് ഫ്രൈ ചെയ്തു. പിന്നെ അത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തത്. അത്യാവശ്യം വലിയ മീനായതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് പറയുമ്പോൾ അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ നടുക്കുന്ന വരഞ്ഞെടുത്തു. എന്നിട്ടാണ് ഫ്രൈ ചെയ്തത്. ഇതിപ്പോൾ ലഞ്ച് ബോക്സ് ചേട്ടനാണ് കേട്ടുന്നത്. ഗംഗയ്ക്ക് ഇന്ന് ഉച്ചവരേ ഉള്ളൂ. ഇന്ന് വെട്ടുകാട് ചർച്ചിലെ കൊടിയേറുന്ന കാരണം പിള്ളേർക്കെല്ലാം സ്കൂളുകൾ സിറ്റിക്കകത്ത് തിരുവനന്തപുരം സിറ്റിയിലുള്ള എല്ലാ സ്കൂളുകൾക്കും ഇന്ന് ഉച്ചവരേ ഉള്ളൂ. സിറ്റി മാത്രമല്ല, റൂറൽ ഏരിയയിലും ഉച്ചവരേ ഉള്ളൂ. ബസ്സിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്, തിരക്കുണ്ടാവും, അതുകൊണ്ടൊക്കെയാണ് അവർ ഉച്ചവരെ വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ സാമ്പാറും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ചേട്ടൻ മാത്രമാണ് ലഞ്ച് ബോക്സ് തയ്യാറാക്കിയിരിക്കുന്നത്. ഗംഗയ്ക്ക് ലഞ്ച് ബോക്സ് തയ്യാറാക്കിയില്ല, അവൾ വീട്ടിൽ വന്നിട്ട് കഴിക്കും. അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് സൈനസിൻ്റെ ഒരു പ്രശ്നം വന്ന് ഹോസ്പിറ്റലിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോമിയോ മരുന്നാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് സ്കൂൾ വിട്ട് വന്നിട്ട് ഹോമിയോയിലൊന്ന് കൊണ്ട് ഗുളിക തീർന്നായിരുന്നു. അപ്പം ഹോമിയോയിൽ കൊണ്ട് കാണിച്ചിട്ട് വീണ്ടും മരുന്ന് വാങ്ങിക്കണം. കാരണം ഹോമിയോ അറിയാലോ എല്ലാവർക്കും, അങ്ങനെ പെട്ടെന്ന് മാറുന്നതല്ല, സമയമെടുക്കും. അപ്പോൾ നമ്മൾ കുറച്ച് കാലം, എനിക്ക് സൈനസിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാനും ഇതേപോലെ ഹോമിയോ കഴിച്ചാണ് ഒരുവിധമൊക്കെ മാറി നിൽക്കുന്നത്. നമുക്ക് മറ്റേതാണെങ്കിൽ, അതായത് അലോപ്പതിയൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടി വരും. ആൻറ്റിബയോട്ടിക്കൊക്കെ എപ്പോഴും കഴിക്കാൻ പാടില്ലല്ലോ. അത് മാത്രമല്ല, വയറിൻ്റെ പ്രശ്നം വരും. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതായിരിക്കും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ ആർക്കും പ്രിഫർ ചെയ്യണതല്ല. ഞാൻ എൻ്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. എന്നും പറഞ്ഞ് അലോപ്പതി കൊള്ളൂല എന്നല്ല, ഞാൻ ഹോമിയോ കൊള്ളാമെന്നും അല്ല ഞാൻ പറയണത്. ഞാൻ എൻ്റെ ഒരു ഇതാണ് ഞാൻ പറയണത്. ഞാനൊരു പാർട്ട് 1 എന്ന് പറഞ്ഞിട്ട് ഒരു ഹെയറിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരൊന്ന് പോയി കാണണം. ഞാൻ ബാക്കി ഇടാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. അത് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാനുള്ള ടൈം എനിക്ക് കിട്ടുന്നില്ല. ഞാൻ അതിൻ്റെ ബാക്കിയുള്ളത് ഞാൻ തുടരെ ഇടണതായിരിക്കും. ഇപ്പം ഞാൻ അങ്ങനെ ഇടണമെന്ന് പറഞ്ഞിട്ട് ആർക്കും ആരെ എതിരായിട്ട് ഇടുന്നതല്ല അത്. ഞാൻ എൻ്റെ അഭിപ്രായം, എനിക്ക് വന്ന അതായത് അതിലെ റിസൾട്ട് വന്നതും റിസൾട്ട് വരാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിലാർക്കും ഒരു വിഷമവും തോന്നരുത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബസ് ഉപ്പുമുളകിലെ പോലെ ഉപ്പുമുളകും ഇതില്ലേ ഷോർട്സിലെ, അതിൽ ഷോർട്സ് അല്ല, സീരിയൽ പോലത്തെ അതിൽ എന്നും ദോശയാണല്ലോ. അതേപോലെ ഇവിടെ എന്നും ദോശയാണ്. കറികൾ മാത്രം മാറിയും തിരിഞ്ഞും വരും എന്നുള്ളതേ ഉള്ളൂ. എന്നും ദോശയാണ്. പിന്നെ ഇഡലിയൊക്കെ ഉണ്ടാക്കും, സമയം കിട്ടുമ്പോഴേക്കും ഇഡലിയും അതേപോലെയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ടാറ്റാ.